ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യാമോ? അയ്യോ, ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുന്ന വഴിയാ അവിടെ വെച്ച് കുഞ്ഞിനെ കയറ്റിയത്. കുഞ്ഞ് ഇവിടുത്തെ കാര്യം കഴിയുമ്പോൾ ഇവിടെ ഇറങ്ങി നിന്നാൽ മതി, ഓട്ടോ കിട്ടും. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ദേവാ 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 ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതട്ടാ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലാ? ദേവാ സോറി. മോളെ നീ അതിസമയം ഇവിടെ നിൽക്കണ്ട. മോള് ചെല്ല്, പൊയ്ക്കോ മോളെ. കല്യാണി, എവിടെയായിരുന്നു നീ? ചേട്ടാ അത് ഞാൻ. നീ ദേവന്റെ അടുത്ത് പോയിരുന്നോ? അത് ഞാൻ പോയിരുന്നോ ഇല്ലയോ? കൊടുക്കുന്നില്ലെന്നോ? അതെന്താ അങ്ങനെ പറയാൻ? കളവന ഞാൻ. അവനെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ആരെ തല്ലുന്ന കാര്യം പറയുന്നേട്ടല്ലോ? ആ പറഞ്ഞു. എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്റെ കുടുംബമാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ എനിക്കത് പൊള്ളും. അപ്പൊ തല്ലേണ്ടി വന്നാ തല്ലും, കൊല്ലേണ്ടി വന്നാ കൊല്ലും. ദേവേട്ടനെ തല്ലിച്ചതച്ചതും
അതേ കാരണത്തിനായിരുന്നോ? അവന്റെ കാര്യം പറഞ്ഞ് എന്നെ വട്ടുപിടിപ്പിക്കല്ലേ മീനാക്ഷി. അല്ല ഏട്ടാ, ഏട്ടനിതറിയണം. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ ഏട്ടനെ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്കറിയാം. ഈ കണ്ണ് കാണാത്ത എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എൻ്റെ ഏട്ടന്മാര്. എന്നാ സ്വിച്ച് ഇട്ടാൽ ചലിക്കുന്ന പാവ കണക്കെ ജീവിക്കേണ്ടവരല്ലെന്ന് എന്നെ പഠിപ്പിച്ചത് ദേവന. ആ സ്നേഹം, ആ കരുതൽ, അതെത്ര കോടി മുടക്കിയാലും എൻ്റെ ഏട്ടനെ എനിക്ക് വാങ്ങിത്തരാൻ പറ്റില്ല. നിങ്ങളുടെ സമ്മതമില്ലാതെ ദേവനെന്നല്ല ഒരാളുടെയും കൂടെ ഈ കല്യാണി പോവില്ല. ഇനിയും ജയേട്ടൻ ആ പാവത്തെ തല്ലിച്ചതയ്ക്കരുത്. ആ രാത്രി ആരോടും പറയാതെ ദേവനെ കാണാൻ പോയതിന് ജയേട്ടൻ എന്നോട് ക്ഷമിക്കണം. ചേട്ടൻ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. അന്ന് ഏട്ടൻ പുറത്തു പോയ ദിവസം ദേവനെ കാണാൻ ഞാൻ പോയപ്പോ അല്ല, ഇതാ ജയന്റെ മകളല്ലേ? അതെ, ഇവളെന്താ ഇവിടെ? സാമുവല്ലേ, പ്ലാൻ മാറ്റിക്കോ. ഇതിലും വലിയ പണി അവന് കൊടുക്കാനില്ല. ഓപ്പറേഷനുള്ള കാശുണ്ടല്ലോ, അമ്മയ്ക്ക് സന്തോഷാവും. നമ്മുടെ വണ്ടിയുടെ വീടാവുമാർ അറിയട്ടാ. എന്താ? അയ്യോ, എന്റെ കാശ്, എന്റെ കാശ്, എന്റെ കാശ് ഉണ്ടതില്. എന്റെ കാശ്, എന്റെ കാശ് ഉണ്ടോ ബാഗില്? മണി, കാശ്, എന്റെ കാശ്, എടാ, എന്റെ കാശ്, എന്റെ കാശ്, എന്റെ കാശ്, മണി, എന്റെ കാശ്. മണിയെ, മണി, എന്റെ കാശടാ, എന്റെ കാശ് പോയാണ് മണിയെ, മണി, മണി.